ഇന്ന് നമ്മളൊരു രസപ്പൊടിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു രസം. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനിപ്പോൾ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമ്മളിത് മെഷർ ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഈ ഒരു അളവിൽ തന്നെയാണ് മെഷർ ചെയ്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മല്ലി വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് വേണം, അതായത് നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് വേണം. പിന്നെ 6 വറ്റൽ മുളകും കുറച്ച് കരിവേപ്പിലയും കൂടി വേണം. ഇതിൻ്റെ കൂടെ തന്നെ കായവും കൂടി നമുക്ക് ചേർക്കണം. കട്ടിക്കായാണെങ്കിൽ നമുക്ക് ഒരു വലിയ പീസ് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ കായപ്പൊടി ആയാലും മതിയാവും. ഇത്രയാണ് നമുക്ക് രസ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചേരുവകൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മല്ലിയും പരിപ്പും കൂടി വെവ്വേറെ ഒന്ന് വറുത്തെടുക്കാം. രണ്ടിൻ്റെയും മൂപ്പ് വേറെയാണ്, അതുകൊണ്ടാണ് നമ്മളിത് വെവ്വേറെ ആയിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം മല്ലി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല. മല്ലി അത്യാവശ്യം ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സൊക്കെ കുറയും. ഇനി നമുക്ക് പരിപ്പും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പരിപ്പും ഇതുപോലെ തന്നെ ഒരുപാടങ്ങ് മൂക്കണ്ട, ഇത്ര ആയാൽ മതി. കുറച്ചൊന്ന് നിറം മാറിയ കണ്ടില്ല, ഇത്ര ആയാൽ മതി. ഇനി നമുക്ക് ജീരകവും അതുപോലെ തന്നെ കുരുമുളകും ഇട്ടൊന്ന് വറുത്തെടുക്കാം. പാൻ നല്ല ചൂടായ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വറ്റൽ മുളകും കരിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതും നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചും കായപ്പൊടി കൂടി ചേർക്കാം. അതിനുശേഷം ഇത് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഫൈൻ പൗഡർ ആക്കണ്ട, കുറച്ചൊരു തരിതരിപ്പായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പാകത്തിൽ പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നമുക്കൊരു 2 മാസം വരെയൊക്കെ രസം ഉണ്ടാക്കാൻ പറ്റും. ഇത്രേ വേണ്ടി വരുള്ളൂ. കുറേയൊന്നും ഉണ്ടാക്കാതെ കുറച്ചായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് രസം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 തക്കാളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നാടൻ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് പുളി കൂടുതലായിരിക്കും. ഈ ഒരു തക്കാളിയിൽ നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട കാരണം തന്നെ തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈവച്ച് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ആ തക്കാളിയുടെ ചാറ് നന്നായിട്ട് കിട്ടണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ആ തക്കാളിയുടെ ചെറിയ പീസസ് ഒക്കെ കാണുമല്ലോ, അത് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ അതെടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഇതെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാളംപുളിയാണ് ചേർക്കേണ്ടത്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ രസം ഉണ്ടാക്കാൻ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. കൂടെ തന്നെ 2 വറ്റൽ മുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെയും പുളിയുടെ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസാക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പാകമായിട്ടാണുള്ളത്, അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ചേർക്കുക. ഇനി ഇതൊന്ന് ചൂടാവണം. ചൂടായതിന് ശേഷം നമുക്ക് രസപ്പൊടി കൂടി ചേർക്കാം. ആദ്യം തന്നെ രസപ്പൊടി ചേർക്കരുത്, ഒന്ന് ചൂടായതിന് ശേഷം ചേർത്താലാണ് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് രസപ്പൊടി ചേർക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ രസപ്പൊടി ചേർത്താൽ മതിയാവും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ രസം ഒന്ന് തിളയ്ക്കാറായാൽ മാത്രം മതി. നമ്മുടെ രസം റെഡി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ പൊടി തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്ക് ഈ സമയത്ത് ചേർക്കാം. ഇപ്പോൾ അത്യാവശ്യം രസം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചേർക്കാം.
മല്ലിയില ചേർക്കുമ്പോൾ മല്ലിയിലയുടെ അണ്ട് ചേർത്താൽ നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും രസത്തിന്. രസം ഒരുപാട് തിളയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ശേഷം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിളയ്ക്കാൻ നിൽക്കണ്ട. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊടി വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഈ രസം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്